നമസ്തേ സ്വന്തങ്ങളെ. പിന്നെ ഇന്നെന്താ ഇവള് മറുപടിയായി വരണേന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ? എന്തിന് മറുപടി പറയാനാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവൂലേ? ഞാൻ പറയാം കേട്ടോ. അതിന് മുന്നേ ഞാൻ വേണ്ട ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തു കേട്ടോ. എന്ത് സോങ്ങിൻ്റെ വീഡിയോ ചെയ്താലും വളരെ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഏത് പാട്ടാണെന്ന്. എന്ത് വീഡിയോ സോങ് ചെയ്താലും കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ് വരുന്നു. ഞാനന്ന് കരകാട്ടത്തിൻ്റെ ചെയ്തില്ലേ, അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ചെയ്തതും ഇപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അത് കുറച്ചങ്ങോട്ട് പോട്ടെ, എന്നിട്ട് ഡിലീറ്റ് ചെയ്യുള്ളൂ ഞാൻ. അത് യൂട്യൂബ് ചെയ്യുന്നവർക്കറിയും. കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കണം, ഞാൻ തന്നെ രചിച്ച് ഞാൻ തന്നെ എന്താ പറയുക, പാട്ടും ഇതാക്കിയിട്ട് കളിക്കേണ്ടി വരും തോന്നുന്നു. ഏത് പാട്ടെടുത്താലും കോപ്പിറൈറ്റ്. എന്താ സൊല്യൂഷൻ? ആർക്കെങ്കിലും അറിയോ? കമൻറ്റിലിടണേ. നമ്മളൊക്കെ ഇതിലേക്ക് ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ അറിയണവരുണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. ഓക്കെ, ഇനി എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മറ്റേ ക്യാപ്ഷനിലേക്ക് വരാം കേട്ടോ. അതിന് മുന്നേ എനിക്ക് സ്വന്തം എന്ന് പറയാൻ എൻ്റെ 2 പിള്ളേർ, ഹസ്ബൻഡ്, പിന്നെ എൻ്റെ പേരുണ്ടല്ലോ മോനിഷ, ഈ പേരും. അപ്പോൾ എന്തൊക്കെ ഹസ്ബൻഡും മക്കളും പേരും പിന്നെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റും. ഈ 4 സാധനമേ ഉള്ളൂ. ഈ 4 സംഭവങ്ങളുണ്ടല്ലേ, ഇതേ ഉള്ളൂ എനിക്ക് സ്വന്തം എന്നറിയാൻ. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഫോണ്, അതിലുള്ള നമ്പർ, സിമ്മ്, ഇതൊന്നും എൻ്റേതല്ല. ഇതിൻ്റെ അവകാശി ഒന്നും ഞാനല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ 4 സംഭവങ്ങൾ എൻ്റെ സ്വന്തമായിട്ടുള്ളൂ. പിന്നെ എനിക്ക് കൂടുതൽ അവകാശങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഉണ്ട് കേട്ടോ, ഇല്ല എന്നൊന്നും പറയണില്ല. എന്ന് വെച്ചിട്ട് എല്ലാത്തിനും കയറി അവകാശം വേണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല. ഇത് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? കമൻറ്റിൽ വാട്സപ്പ് നമ്പർ തരുമോ, ഫോൺ നമ്പർ തരുമോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലെന്നേ. ഇനി ഇതൊക്കെ എൻ്റെ സ്വന്തമാണെന്ന് ഇരിക്കട്ടെ. പേഴ്സണലി ഞാൻ എന്ത് പറയാനാ? ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ ഇടുന്നില്ലേ, ഞാൻ എന്താ വിളിക്കുന്നത്, സ്വന്തങ്ങളേ എന്നല്ലേ. എനിക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന, എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് വേറെ സ്വന്തങ്ങളൊന്നുമില്ല. എല്ലാവരും എൻ്റെ സ്വന്തം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് സ്പെഷ്യലായിട്ട് ആരോടൊന്നും പറയാനൊന്നുമില്ല. എനിക്ക് പറയുമ്പോൾ എല്ലാ സ്വന്തങ്ങളോടും പറയണം. അപ്പം ചിലവരൊക്കെ വിചാരിക്കും എന്തിനങ്ങനെ കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത്. ചിലവരൊക്കെ ഓൾറെഡി അതിൽ തന്നെ ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളെ കമൻറ്റ് എന്ന് പറയുന്നത് എന്നോടുള്ള സ്നേഹമല്ലേ, എൻ്റെ ഇത് എന്താ പറയുക, വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് തരുന്നതല്ലേ. അതിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ വന്നും കണ്ട് ഞാൻ പറയുന്നുണ്ടല്ലോ, എൻ്റെ സ്നേഹം അറിയിക്കുന്നു, എൻ്റെ നന്ദി അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് അറിയിക്കണ്ടേ? അപ്പം എന്നോട് പിണക്കൊന്നും പാടില്ല കേട്ടോ. തീർച്ചയായും തുടർന്നും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഓരോരോ ചാനൽ തുടങ്ങുന്ന ഓരോരോ ലക്ഷ്യം കണക്കാക്കിയിട്ടല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിൽ അപ്പം തന്നെ വന്നിട്ടുണ്ട്, ഇൻകം. ഫസ്റ്റ് തന്നെ എൻ്റെ ചാനലിന് ഒരു ലക്ഷ്യമുണ്ട്, അറിയണോ? ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ പറയാം കേട്ടോ. ഫസ്റ്റ് എൻ്റെ ചാനലിന് ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ ഏജ് ഞാൻ എൻ്റെ ബർത്ത്ഡേ സമയത്ത് ഞാൻ ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം, ബിറ്റ്വീൻ 30 to 35 അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഏജ്. കറക്റ്റ് ഞാൻ എൻ്റെ പിറന്നാൾ വരില്ലേ അന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്ന് പറയുന്നതല്ലേ നല്ലത്. അപ്പോൾ ഈ ഏജിലുള്ള ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്. ഇനിയേക്കാൾ ഏജിലുള്ളവരും പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നേരിടുന്ന പലരുടെ അടുത്തുനിന്നും പരിഹാസങ്ങളും ഇൻസൾട്ട്, എന്താ പറയുക, ഒരു കളിയാക്കൽ, പരിഹസിക്കൽ, അങ്ങനെയൊക്കെ. നിങ്ങൾക്കറിയോ, എൻ്റെ കൂടെ കോഴ്സിന് വന്നിട്ടുള്ള സംഭവം എന്നെക്കാളും മൂത്ത ആളാണ്. അപ്പോൾ ഒരു 40 ഒക്കെ ഉണ്ടാവും.
അവർ ഇങ്ങനെ ക്ലാസ്സിന് വരിക എന്ന് കണ്ടിട്ട് ഒരാൾ പറഞ്ഞ എന്താ വെച്ചാൽ മുസ്ലിമാണ് കേട്ടോ, ഖുറാൻ ഓതി ഇരുന്നാൽ പോരെ വീട്ടിൽ എന്ന് പറഞ്ഞേക്കാം. എന്ത് ഇതാണല്ലേ, ഓരോരുത്തരും ഇഷ്ടമല്ലേ പഠിക്കുക, വേറെ തെറ്റായ ഒരു കാര്യമില്ലല്ലോ, പഠനമല്ലേ, അതിനൊക്കെ അങ്ങനെയൊക്കെ വർത്താനം പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ മനസ്സ് പതറിയില്ല, കണ്ടില്ലേ, അയ്യോ എല്ലാവരും എന്നെ എങ്ങനെയാണോ അങ്ങനെയാണോ എന്ന്. കാരണം ഞങ്ങൾ ഫ്രണ്ട്സുകളുണ്ട് സപ്പോർട്ട് ചെയ്യാൻ. ഞാനൊരു വീട്ടമ്മയാണ്. ഇപ്പോൾ ഈ വീഡിയോസിൽ കാണുന്നവർ ഇതേമാതിരി സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊരു മോട്ടിവേഷൻ ചെയ്തു, ഞാനൊരു മോട്ടിവേഷൻ, എൻ്റെ ഒരു ലൈഫ്, എനിക്ക് ലൈഫിൽ പല പ്രോബ്ലം ഉണ്ട്, പക്ഷേ എനിക്ക് ചിരിച്ച് കാണിക്കാൻ എന്നാണ് ഇഷ്ടം, എന്നെ അറിയുന്നവർക്കറിയാം. നമ്മൾ ഇപ്പം അയ്യോ എനിക്കതാണ് ഇതാണ് എന്നും പറഞ്ഞിട്ട് നന്നടിക്കുന്നതിനേക്കാൾ നമ്മൾ ചിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ദൈവം എന്നറിയുന്നൊരു വിശ്വാസമുള്ള ആളാണ് ഞാൻ. അപ്പം ആ ഒരു ശക്തി എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ കാണിക്കാണ്ടേ ഇരിക്കില്ല, അങ്ങനെയും ചിന്തിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. ഫസ്റ്റ് വേണം അത്. പിന്നെ ഒരു വിദ്യാഭ്യാസം എന്നുള്ള ലെവൽ മാത്രമല്ല, പ്രൊഫഷണൽ കോഴ്സില്ലേ, നമ്മളിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഉണ്ട്, ഫാഷൻ ഡിസൈനിങ് ഉണ്ട്, ആണുങ്ങൾക്ക് വെൽഡിങ്ങിൻ്റെ ഉണ്ട്, അല്ലാണ്ട് കുറേ കോഴ്സുകളുണ്ട്, 6 മാസത്തിൻ്റെ ഉണ്ട്, 1 ഇയർ കോഴ്സ് ഉണ്ട്. ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഒന്ന് കയ്യിലുള്ളത് ഏറ്റവും നല്ലതാണ്. ഞാൻ അതാണ് ഇപ്പോൾ TTC ഉണ്ട്, അത് 1 ഇയർ കോഴ്സാണ്. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്കായാൽ പിന്നെ എനിക്ക് ക്വാളിഫിക്കേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് എനിക്ക് മാറ്റം വരും. അത് ഞങ്ങളടുത്ത് പറഞ്ഞു, ഞാൻ രജിസ്റ്റർ ചെയ്ത് വന്നതാണെന്ന് വേറെ പഠനത്തിന്. അതൊക്കെ വഴിയെ പറയും. അതൊന്ന്. രണ്ടാമത്തേത് നമ്മളെ പച്ചയായിട്ടുള്ള ലൈഫ്, അത് ഞാൻ ഇടക്കും തലക്കൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്കിങ്ങനെ സ്റ്റിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, നടന്നിട്ടൊക്കെ ചിലവരൊക്കെ അങ്ങനെ ചിന്തിക്കാം. കൈക്ക് ഇവിടെ വല്ലാത്ത വേദന എടുക്കും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതാകുമ്പോൾ. ഇതിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് സംസാരിച്ചാൽ മതിയല്ലോ, അത് കാരണം കേട്ടോ. പിന്നെ എവിടെയെങ്കിലും സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ നടന്ന് കളിച്ചാൽ അപ്പോൾ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ മക്കൾ ലീവുള്ള സമയത്ത്, എൻ്റെ ചേട്ടൻ ലീവുള്ള സമയത്തൊക്കെ നമുക്ക് ഞാനിങ്ങനെ ഇട്ടാവട്ടമൊക്കെ ഇങ്ങനെ ചുറ്റി കാണിച്ചിട്ടൊക്കെ തരണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരാൾ ഉണ്ടല്ലോ, അതാണേ. പിന്നെ അതൊന്ന്. പിന്നെ നമ്മളെ മക്കളൊക്കെ കുഞ്ഞതല്ലേ, അപ്പോൾ എല്ലാവരും മക്കളെ സ്നേഹിക്കുന്നവരാ, ആരും സ്നേഹിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ അമ്മമാരും അച്ഛന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ സ്നേഹിക്കുന്നവരാ. പക്ഷെ പലരും പല രീതിക്കായിരിക്കില്ലേ സ്നേഹിക്കുക. അപ്പം ചിലപ്പോൾ ഉണ്ടാവും ചില മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ അയ്യോ അങ്ങനെ എന്നാന്ന് മക്കളുടെ അടുത്ത് നോക്കുക. ഞാനും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പം പിന്നെ കുട്ടികളുടെയൊക്കെ ആ ഒരു ലൈഫും കാണിച്ചു തരാം. പിന്നെ എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് എന്നുള്ളത് അങ്ങനെ. പക്ഷെ മെയിൻ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് മനസ്സിലായില്ലേ, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഉണ്ട്, ഇൻകം ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അതുണ്ട്, ഇല്ല. പിന്നെ എനിക്ക് മെയിൻ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തക ഒന്നുമല്ലല്ലോ. നമുക്ക് ഒരു സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. പിന്നെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, വലിയ സെലിബ്രിറ്റീസ് ഒന്നും അല്ല. സാധാരണക്കാർക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടിയത് ഈ ഒരു മാർഗം തന്നെയാണ്, അല്ലേ? ഓക്കെ, അപ്പം എന്താ, നല്ല ഉദ്ദേശം തന്നെയല്ലേ? എന്തു പറയുന്നു, എന്താണ് എന്തെന്നെ ആയാലും നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൻ്റെ ഒരു കമൻറ്റ് ഇടയുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ഒന്നുകൂടി പറയാണ്, അപ്പം എൻ്റെ അടുത്ത് പിണക്കൊന്നും പാടില്ല കേട്ടോ. തുടർന്നും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എൻ്റെ സ്വന്തങ്ങൾ തന്നെയാണ് കേട്ടോ. എനിക്ക് സെപ്പറേറ്റ് എനിക്ക് ആരെയും അങ്ങനെ സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ എല്ലാവരും ഓപ്പണായിട്ട് തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുക, ഓപ്പണായിട്ട് തന്നെയാണ് സ്നേഹിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരാളോടത്ത് ഇഷ്ടമില്ല എന്ന് തോന്നിയാൽ ഞാൻ ഓരോരുത്തർ പറയും, ഇഷ്ടമാണെന്ന് തോന്നിയാലും ഞാൻ പറയും. എനിക്കിപ്പോൾ എല്ലാവരും ഇഷ്ടമാണ്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് ആരോടൊന്നും പേഴ്സണലി സംസാരിക്കാനൊന്നുമില്ല. പിന്നെ ഒന്നും എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ടും ഇല്ല. അപ്പം ഇന്ന് ഞാൻ നിർത്തുന്നു. ഓക്കെ, ബൈ.